Hello, guys, welcome back to my YouTube channel and welcome back to another weekly vlog. ഇത് വെൻസ്ഡേ ആണ്. ഇന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാമുള്ള ദിവസമാണ്. കഴിഞ്ഞ വീക്ക്ലി വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രോഗ്രാമുള്ള ദിവസമാണ്. ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിച്ച് ഓൾ സെറ്റാണ്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ആസ് യൂഷ്വൽ നമ്മളുടെ വീട്ടിലുള്ള ക്ലീനിങ് ആക്ടിവിറ്റീസും ഡോഗ്സൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുവാണ്. ഇന്നത്തെ ഈ ഒരു വിഷ്വൽ കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ ബുധനാഴ്ച രാവിലെ സ്പെൻഡ് ചെയ്ത ഈ ഒരു സമയമാണ് ആക്ച്വലി എൻ്റെ ഈ പട്ടിക്കുട്ടികളായിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ലാസ്റ്റ് ഒരു അവസരം എന്ന് ഞാൻ അറിയുന്നേ ഇല്ല. ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യവും അതാണ്, ലൈഫ് എന്ത് അൺഎക്സ്പെക്റ്റഡ് ആണെന്നുള്ളത്. എനിവേ, രാവിലെ ഞങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാമിനത്തേക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ കുഞ്ഞാവ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരികയാണ്, പെൻഡ്രൈവിലും സി ഡിയിലും ആക്കാനായിട്ട്. കാരണം അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ഫോൺസ് ഒന്നും അലൗഡ് അല്ലല്ലോ. അപ്പോൾ പെൻഡ്രൈവിലും സി ഡിയിലൊക്കെ ആയിട്ട് പാട്ട് ചേഞ്ച് ചെയ്യണം. കുഞ്ഞാവ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലുള്ളത് ആക്ച്വലി എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞാവ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. എന്തായാലും അർജുൻ ചേട്ടൻ ഞങ്ങളുടെ പ്രോഗ്രാം ഓർഡറൊക്കെ പേപ്പറിൽ എഴുതിയെടുക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഫോൺസ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പേപ്പറിൽ ഒരു കോപ്പി എടുത്തു. പിന്നീട് റെഡിയായി. ഇത്തവണ എന്തോ എനിക്കൊരു വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു പ്രോഗ്രാമിലത്തേക്ക് പോകാൻ. എന്താണ് കാരണം എന്നറിയില്ല. കുട്ടികൾ സമയത്തിന് എത്തുമോ, പ്രോഗ്രാം സമയത്തിന് തുടങ്ങാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി കുറച്ച് വെപ്രാളപ്പെട്ടാണ് അമ്പലത്തിലേക്ക് പോയത് തന്നെ. പക്ഷേ എല്ലാ സ്റ്റുഡൻസൊക്കെ എത്തി. അങ്ങനൊന്നും വിഷയമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ അകത്ത് പ്രോഗ്രാം ആയതുകൊണ്ട് കുറേ അധികം പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ടായിരിക്കും. അവിടെ പോയി ഓരോ കുട്ടികൾ കയ്യിൽ എന്തൊക്കെയാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നതെന്നും നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും, നമ്മുടെ സോങ്സ് പെൻഡ്രൈവിലാണെങ്കിൽ സി ഡിയിലാണെങ്കിൽ അതൊക്കെ അവിടെ എഴുതി സാങ്ഷൻ വാങ്ങിച്ച്, പിന്നെ പെൻഡ്രൈവ് വേറൊരിടത്ത് കൊണ്ട് സബ്മിറ്റ് ചെയ്ത്, പിന്നെ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ. അതെല്ലാം ചെയ്തിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ പോസ്റ്റ് കണ്ട് ആസ് യൂഷ്വൽ അവിടെ മീഡിയ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആരോടും വലുതായിട്ട് ഇൻട്രാക്റ്റ് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഈ ഒരു തിരക്കിൻ്റെ അകത്തായിപ്പോയി. അത് ഞാൻ അവരോട് അപ്പോളജൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രോഗ്രാം ആക്ച്വലി വളരെ നല്ലതായിരുന്നു. എനിക്കൊരു വീഡിയോ, ഒരു റെക്കോർഡോ ഒന്നും സൂക്ഷിക്കാൻ പറ്റിയില്ല. എല്ലാ കുട്ടികളും വളരെ നന്നായിട്ട് ചെയ്തു. അമ്പലത്തിൻ്റെ അകത്തായതുകൊണ്ട് ഒരു റെക്കോർഡ് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ അതർവൈസ് ഞാൻ ടെൻഷൻ അടിച്ചതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും പ്രോഗ്രാമിന് ഉണ്ടായിരുന്നില്ല. അനുവിനെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാത്തത്, അനുവും നാദുവും ഒക്കെ കൂടി സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. ഞങ്ങൾ ആദ്യമേ ഇവിടെ എത്തി. അവരെ അരുൺചേട്ടനും വിദ്യയും കൂടെ പിക്ക് ചെയ്ത് പിന്നീടാണ് എത്തിയത്. ആ സമയം കൊണ്ട് എൻ്റെ ഫോണൊക്കെ നമ്മൾ ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നീടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അനു എത്താത്തത് കൊണ്ട് തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ സീനിയർ സ്റ്റുഡൻറ്റ് മേഘയെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് അമ്പലത്തിനകത്തേക്ക് പോയത്. ഞാൻ റെഡിയായി ഇറങ്ങുമ്പോഴെല്ലാം കൊച്ചുബി ഭയങ്കര ഉറക്കമായതുകൊണ്ട് എനിക്ക് ഉണർത്തി റെഡിയാക്കി കൊണ്ടുവരാൻ തോന്നിയില്ല. പിന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിപ്പോവും. അതുകൊണ്ട് മോളെ ആശമ്മയുടെ തേപ്പിച്ചിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് വന്നത്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ രണ്ടുപേരും മുറ്റത്ത് തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വരവിനായിട്ട്. പിന്നെ മോളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചു. അതേപോലെ ഇത്തവണ പ്രോഗ്രാം കഴിഞ്ഞ് അരുൺ ചേട്ടനും വിദ്യയും നാദും അനുവും കൂടി പുറത്തേക്ക് കഴിക്കാനായിട്ട് പോയി. അതുകൊണ്ടാണ് വീണ്ടും അവരെ ഞങ്ങളുടെ കൂടെ കാണാത്തത്. അപ്പോൾ ഞങ്ങൾ ഇൻ ദ സെൻസ് കുഞ്ഞുവാവ, ഞാനും അർജുൻ ചേട്ടനും മോളും പിന്നെ ഞങ്ങളുടെ കൂടെ ശംഭു ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് പോയി. മോള് കാറിൻ്റെ അകത്ത് വെച്ചൊന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് ലുലുവിൽ അവർ ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് കയറി അർജുൻ ചേട്ടൻ ഒരു ജീൻസ് പർച്ചേസ് ചെയ്തിട്ട് എല്ലാവരും കൂടി കഴിക്കാനായിട്ട് ഓയ് പഞ്ചാബിലേക്ക് പോയി. അത് കഴക്കൂട്ടത്താണ്. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. കുറേ നാളായിട്ട് ഞങ്ങളിവിടെ വരണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നാണ് അത് സാധിച്ചത്. ഇവിടെ വന്നപ്പോൾ അനുവിനെ വല്ലാതെ മിസ് ചെയ്യണുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ കേട്ടിട്ടുണ്ട് ഈ പഞ്ചാബി ഫുഡ്സൊക്കെ വളരെ ഓതൻറ്റിക് ആയിട്ട് കിട്ടുന്ന സ്ഥലം വളരെ കുറവാണെന്ന്. നിങ്ങൾക്ക് ഈ പഞ്ചാബി ഫുഡിനോടൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അവർ സെർവ് ചെയ്തത്. ഓരോ ഫുഡും അത്രയും ഡെലീഷ്യസ് ആയിരുന്നു കേട്ടോ. എനിക്ക് വെജിറ്റേറിയനെ കുറിച്ചാണ് ഞാൻ പറയാൻ അറിയുള്ളൂ. നോൺ വെജിറ്റേറിയൻസ് ആയ അർജുൻ ചേട്ടനും മനുവും ശംഭുവും ഈക്വലി എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം കേട്ടോ. നല്ല ഫുഡായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് കവർ ചെയ്യാനൊന്നും പറ്റിയില്ല, മോള് കയ്യിൽ ഉറങ്ങുന്നത് കൊണ്ട്. കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ.
എന്തായാലും അന്നത്തെ ആ ഒരു ദിവസം ഈ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് തേഴ്സ്ഡേ. ഞങ്ങളും, അതായത് പാർവതി, ഞാൻ, ശരൺ, അർജുൻ ചേട്ടൻ, ഞങ്ങളൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകണം എന്നിങ്ങനെ ഒരുപാട് നാളായി പ്ലാൻ ചെയ്യുന്നു. പലപ്പോഴും ട്രിപ്പ് പോകാൻ ഞങ്ങൾക്ക് പറ്റാതെ പോകുന്നത് ഡോഗ്സ് ഉള്ളത് കൊണ്ടാണ്. ഞങ്ങൾ വളരെ ഏഹ്, വളരെ വളരെ ആലോചിച്ചിട്ടൊക്കെയാണ് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തവണ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്യല്ലേ, അച്ചുക്കുട്ടനും കൊച്ചുബേബിയൊക്കെ ഒരു വെക്കേഷൻ പോലെ. മോളെയും വെക്കേഷൻ തുടങ്ങിയിട്ട് എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തു. അതായത് വ്യാഴാഴ്ച വൈകിട്ട് പോയി വെള്ളിയാഴ്ച രാവിലെ വരുന്ന രീതിയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. റാഡോയ്ക്ക് അസുഖമൊക്കെ മാറി നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലും കൂടിയാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ അവൻ്റെ മെഡിസിൻസ് ഒക്കെ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ഈ പറഞ്ഞ പോലെ നമുക്കൊരു നെഗറ്റീവ് അടിക്കുമല്ലോ, ഈ ഒരു തോന്നൽ എൻ്റെയും അർജുൻ ചേട്ടൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വല്ലപ്പോഴും അല്ലേ പുറത്തേക്ക് പോകുന്നത്, അത് കാര്യമാക്കണ്ട എന്നുള്ള രീതിയിൽ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചൊന്ന് ചിറപ്പാവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സും ശരണ് കൊടുക്കേണ്ടതാണ് കേട്ടോ. ശരണാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത് മൊത്തം ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോകുന്നത് പൂവാറിലുള്ള പത്മ ഐലൻഡിലാണ് കേട്ടോ. പത്മ ഐലൻഡ് റിസോർട്ട് ഒരു വളരെ സ്മോൾ ക്യൂട്ട് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യാനാണെങ്കിലും ഫാമിലി ആയിട്ട് വന്ന് ഒരു സ്റ്റേക്കേഷൻ പോലെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഐഡിയൽ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഒരു നീറ്റ് ആൻഡ് കോസി ആയിട്ടുള്ളൊരു പ്ലേസ് കേട്ടോ. കൊച്ചുബേബി വളരെ എക്സൈറ്റഡ് ആയിരുന്നു പുറത്തേക്ക് വന്നപ്പോൾ. കുറേ നാളെ കൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് പോവാം എന്നൊക്കെ. പക്ഷേ പല പല കാര്യങ്ങൾ കാരണം ഞങ്ങൾ വീട്ടിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അനുവിൻ്റെ ബർത്ത്ഡേക്ക്, അതായത് ഒരു വർഷം മുന്നെയാണ് ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങളിതാ ഒരു ട്രിപ്പ് വന്നിരിക്കുന്നത്. ട്രിപ്പ് എന്ന് പറയാമോന്ന് എനിക്കറിയില്ല, അതെ ഒരു വൺ ഡേ ട്രിപ്പ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഫുഡ് ആശമ്മ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം ഫൈനായിരുന്നു അവിടെ. ഇത് ശരത്താണ് കേട്ടോ, ശരണിൻ്റെ ബ്രദറാണ്. ശരത്ത് നെക്സ്റ്റ് ഡേ ലണ്ടനിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു ഫൺ ഫിൽഡ് ഒരു ഗെറ്റ് ടുഗെദർ ആയിരുന്നു. സത്യമായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു ബ്രേക്ക് എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു. ഞാൻ മെൻ്റലി വളരെ എക്സോസ്റ്റഡ് ആയിക്കൊണ്ട് വരുമായിരുന്നു പല പല കാര്യങ്ങൾ കാരണം. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ശരിക്കും എനിക്ക് ഒരു എന്താ പറയുന്നത്, ഒരു മൂഡ് ചേഞ്ചർ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റർ എന്നൊക്കെ പറയാം കേട്ടോ. ഓരോരുത്തരായിട്ടും നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കുവേ, എനിക്ക് ഒരുപാട് ചിരിക്കാൻ ഭയങ്കര പേടിയാണ്, നെക്സ്റ്റ് ഡേ ഭയങ്കരമായിട്ട് കരയേണ്ടി വരുമോ എന്നൊക്കെ. അമ്മയൊക്കെ പറയും ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ പറയും എനിക്ക് ഒരുപാട് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചിരിക്കാൻ പേടിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ മനസ്സറിഞ്ഞ് കുറേ ചിരിച്ചു, കുറേ എൻജോയ് ചെയ്തു. കൊച്ചുബേബിയായിട്ടും അർജുൻ ചേട്ടനായിട്ടും പാർവതിയായിട്ടും ശരണായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള ആ ഗ്യാങ്ങിൻ്റെ അടുത്ത് മുഴുവനും വളരെയധികം ജോളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. എന്തായാലും ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും ചിരിച്ചത് വെർത്തായിരുന്നു. കാരണം ഇനി അങ്ങോട്ട് ആ ചിരി മായാൻ പോവുമായിരുന്നല്ലോ. അതുകൊണ്ട് അത്രയെങ്കിലും ഒരു നല്ല സമയം കിട്ടിയത് കാര്യമായെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. ആൻഡ് കമ്മിങ് ടു ദ പ്ലേസ് വെയർ വി സ്റ്റേഡ്, പൂളൊക്കെ വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ഇവിടെ കളിക്കാൻ ഇറക്കാനൊക്കെ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കുറേ ടൈം കുട്ടികളൊക്കെ പൂളിൽ എൻജോയ് ചെയ്തു. മോൾക്കും ഒരു മച്ച് നീഡഡ് ബ്രേക്ക് ആയിരുന്നു കേട്ടോ, പാവം. അതുപോലെ ഫുഡിൻ്റെ കാര്യം, നോർമലി ഈ സൈഡിലേക്ക് വരുമ്പോൾ എപ്പോഴും നോൺ വെജ്, എസ്പെഷ്യലി ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. വെജ് അത്രയും അപ്പീലിംഗ് ആയിട്ടൊന്നും കിട്ടില്ല. പക്ഷേ ഇവിടെ വെജിറ്റേറിയൻ ഫുഡൊക്കെ വളരെ നല്ലതായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. ചുമ്മാ വെജിറ്റേറിയൻസിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയ ഒരു ഫുഡല്ലായിരുന്നു. പിന്നെ അവിടെ കുറേ ഗെയിം സെഷൻസും ഉണ്ട് കേട്ടോ, ഡാർട്ട്, ക്യാരംസ്, ടേബിൾ ടെന്നീസ് അങ്ങനെയൊക്കെ. അതാണ് ഫ്രണ്ട്സായിട്ടോ റിലേറ്റീവ്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഐഡിയലായിട്ട് ഒരു ഫൺ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണിത്. കൊച്ചുബേബിയും അർജുൻ ചേട്ടനും എന്തോ ഉറക്കമില്ലായിരുന്നു. അവർ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് സൺറൈസൊക്കെ കാണാനായിട്ട് പുറത്തേക്ക് വന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് റെഡിയൊക്കെ ആയി വന്നത്. നെക്സ്റ്റ് ഡേ ആയപ്പോൾ തൊട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ളൊരു വെപ്രാളം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും അർജുൻ ചേട്ടനും പൊതുവെ ഇങ്ങനെ ഉള്ളതാണ്.
ഞങ്ങൾക്ക് ഉള്ളിലൊരു ക്ലോക്ക് പോലെ ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ലിമിറ്റഡ് ടൈം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോയാൽ മതി എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് പകൽ ടൈമിൽ ഈ റിസോർട്ട് എങ്ങനെ ഇരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇന്നലെ വളരെ ലേറ്റ് ആയിട്ടല്ലേ എത്തിയത്, അപ്പോൾ ഫുൾ ഡാർക്ക് അല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഡേ ടൈം വ്യൂവും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അത് ഞങ്ങൾ നിന്ന കോട്ടേജ് ആണ്. മൊത്തത്തിലൊരു ഗ്രീനറി നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിനെ ഭയങ്കര കാമാക്കും എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ സൗണ്ട്, വേറെ സിറ്റി ആ ഒരു നോയ്സോ ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. അപ്പോൾ കുറച്ചൊരു റിലാക്സേഷന് ആക്ച്വലി ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത്. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്പ്ലിറ്റ് ആവുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ആൾക്കാർ 1 by 1 ജോയിൻ ചെയ്തത്. സുദർശനയും അച്ചുക്കുട്ടനും വളരെയധികം ഹാപ്പി ആയിരുന്നു ടുഗെദർ. അതുപോലെ സുദർശനയ്ക്ക് എനിക്ക് തോന്നുന്നു അച്ചുക്കുട്ടനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം പാർവതിയോടായിരുന്നു. പാർവതിയെ വിടുന്നേ ഇല്ലായിരുന്നു. ഫുൾ ടൈം പാർവതിയുടെ കൂടെ ഊഞ്ഞാലാടുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും അവർക്ക് കുറച്ച് നല്ല മെമ്മറീസ് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പോകാൻ സമയമായപ്പോൾ കൊച്ചേബി എന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു കേട്ടോ റൂം ക്ലീൻ ചെയ്യാൻ. അത് യൂഷ്വലി റൂമിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അപ്പം എനിക്ക് സന്തോഷം തോന്നി, ആൾ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടൊരു റൂമൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് എനിക്ക് ആശമ്മയുടെ എന്നൊരു കോള് വന്നത്. ബർഫിക്കും നൈലയ്ക്കും കുറച്ച് വയ്യാതിരിക്കുവാണ് എന്ന്. അപ്പോൾ കുറച്ച് ഡിസ്റ്റർബ്ഡായി. അപ്പം അത്രയും നേരത്തെ ഒരു സന്തോഷം മുഖത്തുനിന്ന് ചെറുതായിട്ടങ്ങ് പോയി തുടങ്ങി. എന്തായാലും ഇറങ്ങുന്ന സമയമല്ലേ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് എത്താൻ ഒരു 45 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ഞങ്ങളുടെ പാർക്കിങ്ങിൻ്റെ സ്പേസിലോട്ട് പോയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. വീട്ടിലേക്ക് പോയതും ഞാൻ അവരെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തോട്ട് പോയി. അർജുൻ ചേട്ടന് കുറച്ച് ട്രാവൽ ഡിസ്കംഫർട്ടൊക്കെ വന്നു. അപ്പോൾ അർജുൻ ചേട്ടനെ വീട്ടിൽ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനും മനുവും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. കാണാൻ അവർക്ക് അങ്ങനെ വലിയ ഇഷ്യൂസൊന്നും തോന്നുന്നില്ലായിരുന്നു. ഉള്ളിലെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും. ആൾക്കാർ ആക്റ്റീവൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ അവരെയും കൊണ്ട് നേരെ നമ്മുടെ കൈമനത്തുള്ള സുനിൽ ഡോക്ടറിൻ്റെ ക്ലിനിക്കിലോട്ടാണ് പോയത്. എനിക്ക് മോഷൻ സിക്നസ് ഇപ്പോഴാണ് എഫക്റ്റ് ചെയ്തത്, നേരത്തെ ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിൽക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രിപ്പ് തീരുന്നവരെ നിന്നല്ലേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തു. ഈ ഒരു സമയത്തും വേറെ ഒരു മോശമായിട്ടുള്ള കാര്യവും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന പോലും ഇല്ല കേട്ടോ. എന്തായാലും തിരിച്ചു വന്ന് ബർഫിയുടെ നൈലയുടെ ദേഹത്ത് കുറച്ച് അഴുക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് റാഡോയുടെ അടുത്തേക്ക് ഒന്ന് പോകാൻ പറ്റിയത്. ട്രിപ്പിന് പോയിട്ട് വന്നിട്ട് എനിക്ക് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം അവനെ വിട്ട് മാറി നിന്നില്ലേ, ഫസ്റ്റ് ടൈം ആണത്. അതെല്ലാം കഴിഞ്ഞ് ബർഫി നൈലയും കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അവർക്ക് ORS ഒക്കെ ഒന്ന് ഫീഡ് ചെയ്തു. അവരെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആക്റ്റീവ് അല്ലാതെ കാണുന്നത്. തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കാത്ത 2 പേരാണ്. ശരിക്കും ഞാൻ അവരെ പമ്പരം എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ. നിന്ന് കറങ്ങി ഇങ്ങനെ ചാടി തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു ദിവസം കൊണ്ട് ഭയങ്കര ഭയങ്കര ഇനാക്റ്റീവ് ആയിരുന്നു. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. സ്റ്റിൽ അവർക്ക് വലിയ രീതിയിൽ മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്നൊന്നും നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ചിന്ത വരുന്നേ ഇല്ല. അന്ന് വെളുപ്പിനെ ആയപ്പോഴും ഈ പറഞ്ഞ പോലെ ബർഫിക്കും നൈലയ്ക്കും കുറച്ചധികം വയ്യായിക ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കും ഉറങ്ങാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എൻ്റെ കൂടെ അനുവും ആശമയും കൂടെ ഉറക്കമൊഴിഞ്ഞിരുന്നു കേട്ടോ. അവർക്കും എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അന്ന് ക്ലാസ് ഉള്ള ദിവസം ആയതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ മൊത്തം ക്ലീനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ സമയം തള്ളി നീക്കി. രാവിലെ ആയപ്പോഴേക്കും ഞങ്ങൾ അവരെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ അകത്ത് എവിടെയോ എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൽ എന്താണ് ഇവരുടെ അസുഖം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വാക്സിനേറ്റഡ് ഡോഗ്സ് ആണ്. അവരുടെ ഫുഡ് ഞങ്ങൾ അടിക്കടി അങ്ങനെ മാറ്റാറൊന്നുമില്ല. ഒരേ ടൈപ്പ് ഫുഡാണ് കൊടുക്കുന്നത്. അവർക്ക് സ്ട്രെസ്സ് വരുന്ന ഒരു കാര്യങ്ങളും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് സസ്പെക്റ്റ് ചെയ്യുന്നത് അഡിനോ വൈറസ് എന്ന് പറഞ്ഞൊരു ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട് ട്രിവാൻഡ്രത്ത് മിക്ക ഡോഗ്സിനും. അതായിരിക്കും എന്നാണ് സസ്പെക്റ്റ് ചെയ്തത്. പിന്നെ അവരുടെ സിംറ്റംസ് ഒക്കെ വെച്ച് എന്തായാലും ഒന്നും കഴിക്കാതെയാണ് ആശുപത്രിയിൽ പോയത്. കഴിക്കാനായിട്ട് അല്പം ഫ്രൂട്ടിയും കേക്കും ജാങ്കരനും വൈഫും കൊണ്ട് തന്നു. അത് കഴിച്ചതിൻ്റെ പച്ചയിലാണ് അവിടെ നിന്നത് കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ പോയി റെഡിയായി ക്ലാസ് എടുത്തു. ആക്ച്വലി ഈ ക്ലാസ് എടുക്കുന്ന സമയത്തിന് മുന്നേ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് ബ്രേക്ക് വിട്ടിട്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് വെക്കേഷന് ലീവ് വിടേണ്ടതാണ്. അപ്പം ഒരുമിച്ച് ക്ലാസ് എടുത്ത് അങ്ങ് തീർത്താലേ എനിക്ക് അവർക്ക് ലീവ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ പ്ലാൻ മാറ്റി ഞാൻ ക്ലാസ് എടുത്തു കേട്ടോ. എന്തായാലും ഇത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രാർത്ഥിക്കുന്നോണ്ട് നമുക്ക് വരാനുള്ളത് വരാതിരിക്കേ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും മനസ്സിലാക്കുകയാണ് കേട്ടോ. സംഭവം എന്ത് സംഭവിച്ചാലും അത് നമുക്ക് ഓവർകം ചെയ്യണമല്ലോ, അത് സഹിക്കണമല്ലോ. അതിനുള്ളൊരു ശക്തിയാണ് നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് കിട്ടുന്നത്. ഇത് ഞാൻ ആക്ച്വലി 2017 മനസ്സിലാക്കിയൊരു കാര്യമാണത്. നമ്മളെ കൊണ്ട് വരാനുള്ളതൊന്നും മാറ്റാനൊന്നും പറ്റില്ല, നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. സാറ്റർഡേ നൈറ്റ് ഒത്തിരി അങ്ങ് വേഴ്സായി. സൺഡേ രാവിലെ വെളുപ്പിനെ ബർഫീനയിലേയും പോയി കേട്ടോ. അവര് ജനിച്ചത് ഒരുമിച്ചാണ്, അവര് വളർന്നത് 7 months അവർ വളർന്നതും ഒരുമിച്ചാണ്, അവർ പോയതും ഒരുമിച്ചാണ് കേട്ടോ. ഹ്യൂഗോ പോയ സമയത്താണ് ബർഫി വീട്ടിലേക്ക് വരുന്നത്. ബർഫി കുറച്ച് ഡള്ളായിരുന്നുകൊണ്ട് ചിയറപ്പ് ചെയ്യാനാണ് നൈലയും കൂടി വീട്ടിലേക്ക് വരുന്നത്. ഈ രണ്ടുപേരും സത്യമായിട്ട് നമ്മുടെ വീട്ടിൽ എന്താ പറയുന്നത് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള 2 പട്ടിക്കുട്ടികളായിരുന്നു കേട്ടോ. എല്ലാവരും വരുമ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള 2 ഡോഗ്സ് ആയിരുന്നു. 7 മാസം കൊണ്ട് നമ്മുടെ മനസ്സിലൊരു വലിയ സ്ഥാനം പിടിച്ചെടുത്ത 2 ഡോഗ്സാണ് ഇവർ രണ്ടുപേരും. എനിക്കിപ്പോഴും ഇവർ പോയി എന്നുള്ളത് ഡൈജസ്റ്റ് ചെയ്യാനോ ആക്സെപ്റ്റ് ചെയ്യാനോ ഒട്ടും പറ്റുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ വളർത്തിയതിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ബിഹേവിയർ ഉള്ള ഡോഗ്സ് ആയിരുന്നു ബർഫി നൈലയും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ ഇത്രയും എന്താ പറയുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുത്തത് കേട്ടോ. വീട് ഇങ്ങനെ എപ്പോഴും എന്താ പറയുന്നത് ബെൽസ് ഒക്കെ റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട് ഇരിക്കുന്നത് പോലെ ആയിരുന്നു ബർഫി നൈലയും വീട്ടിനകത്തിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ. അവർ പോയപ്പോൾ വീട് ഇങ്ങനെ എന്താ പറയുന്നത് ഭയങ്കര സൈലൻ്റായി, ഭയങ്കര ഡള്ളായി പോയി വീടൊക്കെ, ഒരു സൗണ്ട് പോലും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാം അനുസരിക്കുന്ന ഡോഗ്സിൽ ഇടയ്ക്ക് ഈ 2 ചട്ടമ്പികൾ, ഒറ്റ വക പറഞ്ഞാൽ കേൾക്കാത്ത 2 ചട്ടമ്പികളായിരുന്നു എന്താ പറയുന്നത് ഈ വീടിൻ്റെ ഒരു ലൈഫ് എന്നെനിക്ക് തോന്നിപ്പോയി കേട്ടോ. അപ്പോൾ ആൾക്കാരെപ്പോഴും വീട്ടിലേക്ക് വന്ന് ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ 8 പട്ടികളോ എന്ന്. 2 പേര് പോയപ്പോൾ 6 പട്ടികൾ വീണ്ടും ഉണ്ടെങ്കിലും നമ്മളുടെ വീട്ടിലൊരു വലിയ കുറവ് പോലെ ആയിപ്പോയി. കാരണം എനിക്ക് അവരെ വളർത്തി കൊതി തീർന്നില്ലായിരുന്നു. 7 months എന്ന് പറയുന്നത് വളരെ ഒരു ഷോർട്ട് പീരീഡ് ആയിപ്പോയി, എനിക്ക് ഒട്ടും കൊതി തീർന്നില്ല. എനിവേ ഏതെങ്കിലും ഒരു ഫോമില് ബർഫി നൈലയും തിരിച്ചു വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ വീണ്ടും ക്ലാസ് ഉണ്ട്. സൺഡേ രാവിലെയാണ് അവർ പോയത്. എനിക്ക് സൺഡേ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വമാണ് ലീവ് ഇടാത്ത കേട്ടോ. കാരണം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അത്രയും ആക്റ്റീവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ അന്നത്തെ ദിവസം റാൻഡംലി നമ്മുടെ കൗമുദിയിലെ അളിയൻസ് സീരീസ് ഉണ്ടല്ലോ, അവർക്ക് ഒരു ഡാൻസിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു സീക്വൻസ് പോലെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അത് ക്ലാസ്സിൽ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലക്കിലി അന്ന് ക്ലാസ് ലീവ് വിട്ടിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് വന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഒരേ ഒരു കാര്യമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ എൻ്റെ മനസ്സൊന്ന് ഓക്യുപ്പൈ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സൊക്കെ എടുത്തൊക്കെ നിന്നത്. പക്ഷേ എവിടേക്കോ വെച്ച് എനിക്ക് ഒട്ടും ക്ലാസ് എടുക്കാനോ എനിക്ക് ഇൻ്ററാക്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ക്ലാസ് എടുക്കണ്ടായിരുന്നു, കുറച്ചു നേരം സൈലൻസിൽ നിന്ന് എന്തെങ്കിലും വെന്റ് ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് തീർക്കുന്നതായിരുന്നു നല്ലത് എന്ന് തോന്നി കേട്ടോ. ഒരു മിക്സ്ഡ് ഫീലിംഗ്. പക്ഷേ 5 മണി തൊട്ട് 9 മണി വരെ ക്ലാസ് എടുത്തപ്പോൾ പിന്നെ എനിക്ക് തോന്നി നല്ലതാ, എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതും നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഓരോന്നൊക്കെ സംഭവിക്കുമ്പോൾ ഒരുപാട് പേര് ഒരുപാട് ഒപ്പീനിയൻ പറയും കേട്ടോ. അതിൽ വളരെ പോപ്പുലറായിട്ട് ഞാൻ കേൾക്കുന്ന ഒന്നാണ് ഞാനിതൊക്കെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇഷ്യൂസൊക്കെ വരുന്നത്, കണ്ണ് കിട്ടുന്നത് എന്നൊക്കെ കേട്ടോ. പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് നമുക്ക് മേളിലൊരു ദൈവം ഉണ്ടല്ലോ, നമുക്ക് വരാനുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി തന്നോളും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല, അതിനും മറ്റൊരു പക്ഷമുണ്ട്. ഇതിലും വലിയൊരു മോശം വരാനുണ്ടായിരുന്നതാവാം ചിലപ്പോൾ എൻ്റെ ബർഫി നൈലയും കൊണ്ടുപോയതെന്ന്.
ബർഫിയുടെ നൈലൻഡിയൻ ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് മെഡിസിൻ്റെയും ഒക്കെ മണമൊക്കെ കാരണം എനിക്ക് ആഹാരം കഴിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ മര്യാദയ്ക്കൊന്ന് ആഹാരം കഴിക്കുന്നത് അമ്മ വാരി തന്നപ്പോൾ. എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ ഒരു സീൻ ഒട്ടും മറക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? ബർഫി നൈലയും കൂടെ ഞങ്ങളുടെ താമരക്കുളം മുഴുവനും നശിപ്പിച്ച്, അയ്യോ എന്തൊരു ബഹളം ഉണ്ടാക്കി വെച്ചെന്നറിയാമോ? രണ്ടുപേരുടെയും കോലം കണ്ടില്ലേ? ഈ വീഡിയോയിലൂടെ ഞാൻ അവർക്കിട്ടൊരു പേരായിരുന്നു താമരക്കള്ളന്മാരെന്ന്. അതിനുശേഷം ഇവരെ എപ്പോൾ ബ്ലോഗിൽ കണ്ടാലും നിങ്ങളിൽ കുറച്ചു പേരൊക്കെ താമരക്കള്ളന്മാരെ എന്ന് പറഞ്ഞ് ഇവരെ വിശേഷിപ്പിക്കുമായിരുന്നു അല്ലേ? ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ എപ്പോഴും ഈ താമര എപ്പോഴാ ശരിയാവുന്നേ എന്നിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നേ. ആ താമര ശരിയായിട്ടോ. അതിൻ്റെ അകത്ത് ദാ 2 പൂവും വരാൻ പോവാണ്. ഞാൻ അവർക്ക് ബർഫീന്ന് നൈല എന്നും പേരിട്ടു കേട്ടോ. ഈ പൂവ് കാണാൻ നമ്മുടെ മാമ്പഴത്തിന്റെ കവിതയൊക്കെ പോലെ ബർഫി നൈല ഇന്ന് ഇല്ല. പക്ഷെ കണ്ടോ, വളരെ ഒരു സിംബോളിക്കലി 2 പൂക്കൾ അതിൻ്റെ അകത്ത്.